ഇന്ന് നമ്മൾ വളരെ ഡിഫറൻ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. കാരണം ഡെയിലി ഞാൻ ഇൻഡോർ ആണ് ഷൂട്ട് ചെയ്യാറ്. പക്ഷേ ഞാൻ ഇന്നൊന്ന് പുറത്തിറങ്ങിയിരുന്നു. കാരണം വേറൊന്നുമല്ല, ഇതെൻ്റെ 100ാമത്തെ വീഡിയോ ആണ്. നമ്മുടെ ഈ പേജ് തുടങ്ങിയപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ജേണി ഉണ്ട്. ഹൗ ടു എസ്കേപ്പ് ഫ്രം ലേസിനെസ് എന്ന് പറയുന്ന വീഡിയോ സീരീസ് ആണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ആ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മളൊരു കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യണം എന്നതായിരുന്നു. അതിനിപ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ 4000-ലധികം പേരുണ്ട്. ഇതൊന്നും എൻ്റെ പേഴ്സണൽ ഫോളോവേഴ്സോ വ്യൂസോ അല്ല കേട്ടോ, എൻ്റെ കണ്ടന്റിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. എന്നാലും ഈ ഒരു വീഡിയോ സീരീസിലൂടെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റഡ് ആയത് ഞാനാണ്. കാരണം ഈ ലോകത്തെ ഏറ്റവും വലിയ മടിയൻ ആരെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഞാൻ എന്നെ തന്നെ പറയും. പക്ഷേ ഇന്ന് നോക്കൂ, ഞാൻ 100 ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. 1ാമത്തെ വീഡിയോയിൽ നിന്ന് 100ാമത്തെ വീഡിയോയിൽ എത്തി നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ 7 കൊല്ലം മുമ്പുള്ള ഡ്രീമായിരുന്നു കണ്ടന്റ് ക്രിയേറ്റർ ആവണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് എൻ്റെ കസിൻ ബ്രദറുമായിട്ട് ഞാനൊരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. കോളേജ് തുടങ്ങുന്ന ടൈമിന് ഞാനും എൻ്റെ കസിൻ ബ്രദറും പിന്നെ ഫ്രണ്ട്സും എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടാണ് ആ ചാനൽ മുന്നോട്ട് പോയത്. പക്ഷെ അവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് കൺസിസ്റ്റൻസി ഇല്ലായിരുന്നു. ആ ഒരു ഡ്രോബാക്ക് കാരണം ആ ചാനൽ 500 സബ്സ്ക്രൈബറിൽ പോയി. എന്നിട്ടും ആ ഡ്രീം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. സോ ഞാൻ പിന്നെയും ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ പാത്തിലോട്ട് വന്നു. പക്ഷേ ഇപ്പോൾ വന്നപ്പോഴും എനിക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. എൻ്റെ ഫേസ് എങ്ങനെയാണ് ക്യാമറ അല്ലെങ്കിൽ വീഡിയോയിൽ വരിക, എൻ്റെ സൗണ്ട് എങ്ങനെയാണ് വരിക, ആളുകൾ ജഡ്ജ് ചെയ്യില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു മെയിനായിട്ട് വന്ന കൺസേൺ. തന്നെയല്ല, വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് നല്ലൊരു ഫോൺ ഇല്ല. എൻ്റെ ഒരു പൊട്ടി ആൻഡ്രോയിഡ് ഫോണിലായിരിക്കും ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എന്നിരുന്നാലും എനിക്ക് സാരമില്ല, പെർഫെക്റ്റ് കണ്ടീഷൻ വന്നാലേ ഞാനത് ചെയ്യൂ എന്ന് പറഞ്ഞു നിന്നിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങ് എത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ 100 വീഡിയോസ് കംപ്ലീറ്റ് ചെയ്തു. സോ എനിക്ക് ഇതുവരെ എത്തുമ്പോഴത്തേക്ക് എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റായി. ഞാൻ എന്നിൽ തന്നെ കുറച്ചുകൂടി ഒരു കംഫർട്ടബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് വീഡിയോ എടുക്കാൻ മടിയൊന്നും വരുന്നില്ല. സോ നിങ്ങളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ നോക്കി നിൽക്കാതെ നിങ്ങൾക്ക് എന്താണോ ഡ്രീം അതിലോട്ട് മുന്നോട്ട് കടക്കുക. നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെക്കുന്നത് ഏറ്റവും വലിയൊരു ടാസ്ക് പരിപാടിയാണ്. പക്ഷെ അത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും മുന്നോട്ട് പോകും. നമ്മളിപ്പോൾ ഒരു വിത്ത് കുഴിച്ചിട്ട് അത് വളർന്ന് ചെടിയായ അത് ഫ്രൂട്ട് തരാൻ എത്രത്തോളം ടൈം എടുക്കുമോ അതുപോലെ തന്നെയാണ് നമ്മുടെ ഡ്രീംസ്. നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോൾ അത് വെറും വിത്ത് മാത്രമാണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോഴേ നമ്മൾ അത് മണ്ണിൽ കുഴിച്ചിടുക എന്നുള്ള ഒരു പ്രോസസ്സിലോട്ട് എത്തുള്ളൂ. അതിനുശേഷം അതിൽ നിന്ന് മുള പൊട്ടി ചെടിയായിട്ട് വരുന്ന ആ ഒരു സ്റ്റേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം ഐ ആം സീയിങ് വിസിബിൾ ചേഞ്ചസ് നൗ. ഇങ്ങനെ വിസിബിൾ ചേഞ്ചസ് ചെറുതായി കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും, അയ്യോ ഞാൻ ചെയ്യുന്ന കാര്യത്തിന് ഞാൻ വിചാരിച്ച അത്ര എഫക്റ്റ് വരുന്നില്ലല്ലോ, ഞാൻ വിചാരിച്ച ഒരു ഔട്ട്കം വരുന്നില്ലല്ലോ എന്നൊക്കെ. കൃത്യം 78 വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴും എൻ്റെ ഒരു ബേസ് ലെവലായിട്ടുള്ള വ്യൂസ് 79ാമത്തെ വീഡിയോയിലാണ് വൈറലാവുന്നത്. അതായത് ഞാൻ 79 തവണ ട്രൈ ചെയ്തിട്ടാണ് എനിക്കൊരു വൈറാലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെയായിരിക്കും എല്ലാവരുടെയും ലൈഫിലും. നമ്മുടെ ഡ്രീംസ് 1-2 ട്രൈയിൽ നിർത്താതെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഏത് ട്രൈയിലാണ് നമ്മൾ വിജയിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഗായ്സ്, ഈ സീരീസ് ഞാൻ നിർത്തുന്നില്ല. ഞാൻ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ ഡോക്യുമെന്റ് ചെയ്ത് കാണിച്ചിരിക്കും. ഇതുകൊണ്ട് ബെനിഫിറ്റ് ആവുന്ന ഒരുപാട് പേരുണ്ടാവുമെന്ന് എനിക്കറിയാം. ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴും എനിക്ക് വന്ന ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്നതാൽ എന്നെ പോലെ ഡ്രീമേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരെ എങ്ങനെ ഡൂവേഴ്സ് ആക്കാം, എങ്ങനെ അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാം എന്നുള്ളൊരു റിസർച്ചിലാണ് ഞാൻ. സോ ഞാൻ ചെയ്യുന്നതെല്ലാം ഡോക്യുമെന്റ് ചെയ്തിരിക്കും. ഞാൻ പഠിക്കുന്നതെല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചാനൽ വാല്യുബിൾ ആയിട്ട് തോന്നുന്നെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്ത് വെച്ചോ. നമുക്ക് ഒരുമിച്ച് ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.